വിനോദ് ഗത്തൽ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കിൾ ആപ്പിനെ കുറിച്ച് ഒരു വീഡിയോ എന്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയി കാണുക. ലിങ്ക് ഇതിന്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാ സൗദി പ്രവാസികൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കാണാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനലിലൂടെ എന്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സൗദിയിലുള്ള പ്രവാസികൾക്ക് പുതിയ അപ്ഡേറ്റുകളും ഉപകാരപ്പെടുന്ന വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. സർക്കിൾ ആപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, അത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണുള്ളത്, അത് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ആദ്യം ഒരു സ്ലോട്ട് നമ്മൾ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ സ്ലോട്ട് നമ്മൾ മേടിക്കണം. പിന്നെ അതിന്റെ നമുക്ക് എമൗണ്ട് കിട്ടുന്നത് എങ്ങനെയാണ് നമ്മൾ അത് എമൗണ്ട് ഇടുന്നത്, എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യുന്നതൊക്കെ കുറിച്ച് ഞാൻ ഇതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറയുന്നതിന് മുമ്പ് സൗദിയിലുള്ള കുറഞ്ഞ ശമ്പളം മേടിക്കുന്ന, അതായത് 1500 മുതൽ 2500, 3000 വരെ ശമ്പളം മേടിക്കുന്ന ആളുകൾക്ക് ഒരു ലോൺ, ബാങ്കിൽ നിന്ന് ഒരു ലോൺ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനിതിനു വേണ്ടി ഒരുപാട് അന്വേഷിച്ച് നടന്നതാണ്. ഇങ്ങനെ ലോൺ കൊടുക്കുന്നുണ്ടോ എന്ന് അറിയേണ്ടത്. ഒരുവിധം എൻ്റെ ബാങ്കിലെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് 4000, 4500 മേലെ സാലറി ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ കിട്ടുള്ളൂ. അതും കമ്പനിയുടെ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ മാത്രം, ആ ബാങ്കിനായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോൺ കിട്ടുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പല വീഡിയോകളും ബാങ്കിന്റെ അൽറാജിയുടെ ബാങ്കിന്റെ ശരി മറ്റുള്ള ലോൺ തസീൽ ആപ്പ് ചെയ്തതിലൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന് ഇതിൽ ഇങ്ങനെ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ലോണിന് പകരം നമുക്ക് ഒരു പൈസ കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ സർക്കിൾ ആപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളായിട്ട് ഞാൻ പറഞ്ഞു. ഒരുപാട് ആൾക്കാരുടെ ഡൗട്ട് ഉണ്ട്, ഇത് ഫേക്ക് ആണോ, ഇത് സാമ അപ്രൂവൽ അല്ലല്ലോ, പിന്നെ ഞങ്ങൾ പൈസ പോയില്ലേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ്സ് വന്നിരുന്നു. അപ്പൊ അതിനുള്ളൊരു മറുപടി കൂടിയാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് മുഴുവനായിട്ട് കേൾക്കുക, കാണുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഇവിടെ തന്നെ ഔസ്ട്രേലിയന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള സെയിൽസ്മാൻമാരോ, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഈ കുറഞ്ഞ ശമ്പളത്തിലുള്ള ആളുകൾ ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ, ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അത് നിങ്ങൾ പോവാതെ തന്നെ മനസ്സിലാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ വീട് വെക്കാനുണ്ടാവും, കല്യാണത്തിന്റെ ആവശ്യങ്ങൾക്ക് പൈസ വേണം, അല്ലെങ്കിൽ പെങ്ങളെ കെട്ടിച്ചുവിടാൻ പൈസ വേണം. അപ്പോൾ പെട്ടെന്നൊരു പൈസ ഒരു 6000 റിയാൽ, അല്ലെങ്കിൽ ഒരു 10000 റിയാൽ, ഒരു 12000 റിയാൽ, 20000 റിയാലൊക്കെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷനിലൂടെയാണ് അത് ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെ എടുക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ കുറഞ്ഞ ശമ്പളത്തിന് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഒരു ബാങ്കിൽ ലോണിന് വേണ്ടി അപേക്ഷിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ അനുഭവം ഈ വീഡിയോയുടെ കമന്റിലായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഈ സർക്കിൾ ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വിദേശികളായാലും ശരി സ്വദേശികളായാലും ശരി ഒരുപാട് ആളുകൾ ഇതിലൂടെ പൈസ എടുക്കുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ നമുക്ക് അറിയില്ല എന്ന് മാത്രം. ഇപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന പല ബാങ്കുകളിലും വർക്ക് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് ട്രസ്റ്റഡ് തന്നെ പറഞ്ഞത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ഒരു വിധം. ഇത് ഇന്നൊന്നിൽ തുടങ്ങിയ ഒരു ലോൺ അല്ല, അല്ലെങ്കിൽ ഒരു ആപ്പല്ല ഈ സർക്കിൾ ആപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് സൗദികളും കൂടെ ഇതിലൂടെ പൈസ മേടിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ വിദേശികൾ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്ത്യക്കാരോ മറ്റുള്ള രാജ്യക്കാരോ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതിൽ കമന്റ് ചെയ്യാം, എന്താണ് അവസ്ഥ, എങ്ങനെയാണ് നിങ്ങൾക്ക് പൈസ കിട്ടിയത്. അതൊക്കെ മറ്റുള്ള ആളുകൾക്കും കൂടി ഒരു ഉപകാരമാവും. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ കമന്റ്സിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് സാമ അപ്രൂവൽ അല്ലല്ലോ, പിന്നെ ഇത് തട്ടിപ്പല്ലേ എന്നൊക്കെ പലരും ചോദിക്കാം. സാമ അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ RBI പോലെ തന്നെ സാമ എന്ന് പറയുന്നത് ലിൻമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കിൽ അൽറാജി എല്ലാം സാമയുടെ അണ്ടറിൽ വരുന്ന തന്നെയാണ്. ഫുള്ള് ഉത്തരവാദിത്തം സാമിക്കില്ല. സാമിക്ക് അതിൽ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്, ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആൾക്കാർ ചേരുമ്പോൾ അതിലൂടെ സിസ്റ്റത്തിലൂടെ നമുക്ക് ഈ പൈസ നമുക്ക് തിരിച്ചു തരുന്നു. അത് ഒരു അക്കൗണ്ടിലൂടെ നമുക്ക് തിരിച്ചു തരുന്നു. അല്ലെങ്കിൽ ഒരു കുറി നമ്മൾ ചേരുമ്പോൾ 10 പേര് വെച്ചൊരു കുറി ചേരുമ്പോൾ അതിൽ ഒരാൾ നാട്ടിൽ പോയി മുങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചെയ്യാം. നമുക്ക് എവിടെയും പോയി കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല, എവിടെയും പോയി കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല. ആ പൈസ പോയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മൾ ഇക്കാമ നമ്പർ, നമ്മൾ അക്ഷറിൽ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ എല്ലാം വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടാണ് അക്ഷറിലേക്കും നഫാത്തിലേക്കും OTPയും ഇതിന്റെ ഓതറൈസേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇതിലൂടെ പൈസ എടുത്തിട്ട് മുങ്ങാനോ ഒന്നിനും പറ്റില്ല. അത് അവർ ഇക്കാമല ഫൈൻ ഓൾറെഡി കയറും. ഇത് ലീഗലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ലീഗലായിട്ട് നമുക്ക് ഇതിനെന്തെങ്കിലും നമുക്ക് പൈസ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലീഗലായിട്ട് ഇതിനെ നേരിടും ചെയ്യാം. അപ്പോൾ ഇതിനാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫേസ്ബുക്ക് വഴി പൈസ തട്ടിച്ചിട്ട് ലോൺ എടുത്തിട്ട് 10000, 12000, 20000 ലോൺ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്തില്ല, ആ പൈസയും പോയി. കൊടുത്ത പൈസയും പോയി. 5000, 6000 ആദ്യം അടപ്പിച്ചിട്ട് ആ പൈസയും പോയി. അതേപോലെ അതൊന്നും നമുക്ക് എവിടെയും പോയി കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താൽ തന്നെ നമുക്ക് അതിന് പ്രൂഫില്ല. നമ്മൾ കൊടുത്തതിന് പ്രൂഫില്ല, ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവർ മൊബൈൽ നമ്പർ എല്ലാം മാറ്റിക്കൊണ്ട്. ഇതങ്ങനെയല്ല. നമ്മൾ ഇക്കാമകൾ വെച്ചിട്ട്, ഇക്കാമ നമ്പർ വെച്ചിട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതിലൂടെ മുങ്ങാനും പറ്റില്ല, നമുക്ക് പോയി കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ സ്വന്തം റിസ്കിൽ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് 500 റിയാൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. 500 റിയാൽ വെച്ച് നമുക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് എത്ര മാസത്തിനാണ് വേണ്ടിച്ചെങ്കിൽ ആ മാസത്തിന് 3 മാസത്തിന് വേണോ, 5 മാസത്തിനോ, 6 മാസത്തിന് വേണോ. ഈ മുന്നൊക്കെ 10 മാസത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ 10 മാസമൊന്നുമില്ല. 6 മാസം, 12 മാസം, 3 മാസം, 4 മാസം അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് അതിന് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. അതൊക്കെ മുഴുവനായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ഈ മേടിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്താൽ പറ്റും. സ്വന്തം റിസ്കിൽ 500 ഇട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ 1000 ഇട്ട് ചെയ്യുക. നമുക്ക് അതിൻ്റെതായ ഒരു പൈസ നമുക്ക് കിട്ടും. അത് ഷുവർ ആയിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെ സിസ്റ്റം ഓൾറെഡി ഉള്ളതല്ലേ. അത് പെട്ടെന്ന് വാങ്ങി പോകുന്ന സിസ്റ്റം അല്ല. പ്രത്യേകിച്ച് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ നമുക്ക് എന്തും ധൈര്യത്തിൽ നമുക്ക് ചെയ്യാം. കാരണം ഇവിടെ അത്രയും നിയമം സ്ട്രോങ് ആണ്. അതുകൊണ്ട് പിന്നെ ആരും കൂടെ പറഞ്ഞു, ഒരു കമന്റ് കണ്ടു, ഞാൻ ഇങ്ങനെയുള്ള ഫേക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും കൂടി പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഞാൻ ഇതിനോട് ഒരുപാട് അന്വേഷിച്ച് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ എനിക്കും കൂടി ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ പോകും, നിങ്ങൾ 500 റിയാൽ 1000 റിയാൽ പോയി കഴിഞ്ഞാൽ അത് എന്റെ പൈസ പോകുന്നതിന് തുല്യമാണ്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരിക്കലും ഒരാൾ
കുടുങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ പറയില്ല. കാരണം സത്യാവസ്ഥമായുള്ള കാര്യങ്ങൾ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച്, സൗദികളോടും അന്വേഷിച്ച്, എല്ലാവരുടെ അടുത്ത് അന്വേഷിച്ചിട്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത്. കാരണം പല ആളുകൾക്കും ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ്. സ്വന്തം റിസ്കിൽ ഇതിലൂടെ പൈസ ഇടാനും എടുക്കാനും താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ സ്റ്റെപ്പ് ആയിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. എന്നപ്പോൾ അതിലേക്ക് പോവാം. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരെ പ്ലേ സ്റ്റോറിൽ നിന്ന് സർക്കിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൾ ഫോൺ ഉപയോഗിക്കുന്നവരെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഓപ്പൺ കാണിക്കുന്നത്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും വരിക. നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ ഏത് നമ്പറാണ് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഫോൺ നമ്പർ തന്നെ അവിടെ കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അവിടെ ഒരു ടിക്ക് ബോക്സിൽ ഒരു കൺഫർമേഷൻ കൊടുക്കാണ്ട് അത് നിങ്ങൾ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നിങ്ങൾ ഇവിടെ കൊടുക്കുക. OTP കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഇക്കാമ നമ്പർ ഇവിടെ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തെറ്റി കൊടുക്കരുത്, നിങ്ങൾക്ക് OTP കിട്ടില്ല. അപ്പോൾ ഇക്കാമ നമ്പർ കറക്റ്റ് ആയിട്ട് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നഫാത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഈ നമ്പർ അവിടെ കൊടുക്കാൻ പറയും. നിങ്ങൾ നഫാത്ത് ഓപ്പൺ ആക്കുക. അതിൽ അക്സെപ്റ്റ് എന്നും റിജക്റ്റ് എന്നുണ്ടാവും. അതിൽ അക്സെപ്റ്റ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കണ്ടാൽ നിങ്ങൾ പേടിക്കേണ്ട. അത് താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഇത് കൊടുത്താൽ മതി. അത് കൊടുത്തിട്ട് നമ്മൾ ആ നമ്പർ ഏതാണോ നഫാത്തിൽ ചോദിച്ചത് ആ നമ്പർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ സർക്കിൾ ആപ്പിലേക്ക് തന്നെ പോകും. നഫാത്ത് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ ഫോണിന് നിങ്ങളൊരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും. അതായത് നിങ്ങൾ ഫോണിൽ സ്ക്രീൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏതാണോ പാസ്വേഡ് കൊടുത്തിട്ടുള്ളത് ആ പാസ്വേഡ് നിങ്ങൾ ഈ നഫാത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടി വരും. അത് ചോദിക്കും, ആ പാസ്വേഡ് കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ടുള്ള ആളുകൾ കൊടുക്കുക. നഫാത്ത് കറക്റ്റ് ആയിട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഫേസിനോട് ചേർത്ത് പിടിക്കുക. ഒരു നഫാത്ത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ലൊക്കേഷൻ ഓൺ ആക്കാൻ പറയും. ആ ലൊക്കേഷൻ നിങ്ങൾ ഓൺ ആക്കി കൊടുക്കുക. അങ്ങനെ സർക്കിൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിനൊരു പാസ്വേഡ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇത് ഞാൻ ആദ്യം പാസ്വേഡ് കൊടുത്തിട്ടുള്ള കാരണം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അത് രണ്ടാമത് ആ പാസ്വേഡ് വീണ്ടും കൺഫർമേഷൻ കൊടുക്കുക. 5 അക്ക പാസ്വേഡാണ്. എവിടെയെങ്കിലും എഴുതി വെക്കാൻ മറന്നു പോകരുത്. എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ പാസ്കോഡ് അതേപോലെ സർക്കിളിന്റെ ആപ്പ് അത് സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ആയിട്ടെന്ന് പറഞ്ഞ് കാണിക്കും. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഇന്റർഫേസ് കിട്ടുക. അതിൽ നിങ്ങൾ സാലറി വരുന്ന ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് നിങ്ങൾ കൊടുക്കുക. സാലറി ഡേറ്റ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ സാലറി വരുന്ന ഡേറ്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 28-ാം തീയതി 25-ാം തീയതി ശമ്പളം വരുന്ന വെച്ചാൽ നിങ്ങൾ അതൊരു 30-ാം തീയതി ആയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-ാം തീയതിയാണ് ഒരു മാസത്തിൽ ശമ്പളം വരുന്ന വെച്ചാൽ അതൊരു 15-ാം തീയതി ആയിട്ട് കൊടുക്കുക. ഒരു 4-5 ദിവസം കൂടുതൽ മുൻപോട്ട് കൊടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്തൊരു കാരണവശാലും നമുക്ക് ഡേറ്റ് വൈകി കഴിഞ്ഞാലും ഏറി വന്ന 5-10 ദിവസമൊക്കെ വൈകുള്ളൂ. അപ്പോൾ ഡേറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊടുക്കുക. പിന്നെ നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആവശ്യമുള്ള ആളാണെന്നാണ് ചോദിക്കുന്നത്, നോ കൊടുക്കുക. പിന്നെ പൊളിറ്റിക്കലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധം വയ്ക്കുന്നത് അത് നോ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇന്റർഫേസ് ആയിരിക്കും കാണിക്കുക. ഇതിൽ നിങ്ങൾ ആ ഗ്രീൻ കളർ കാണുന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സർക്കിൾ ആപ്പിന്റെ ഗ്രീൻ കളർ കാണുന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കാണിക്കും. കണ്ടോ, ജോയിൻ സർക്കിൾ May 2026 സാലറീസ് എന്നോട് കാണിക്കുന്നത്. അതിൽ ഏറ്റവും കുറഞ്ഞത് 500 ഉണ്ട്, 1000 ഉണ്ട്, 1500 ഉണ്ട്, 2000, 2500 ഉണ്ട്, അങ്ങനെ ഉണ്ട്. പിന്നെ സർക്കിൾ ഡ്യൂറേഷൻ ഇത് പുതിയ അപ്ഡേറ്റ് ആണ്. ഇതിനു മുമ്പ് 10-ാം മാസം ഉണ്ടായിരുന്നു, ഇപ്പോൾ 10 എന്നുള്ളത് ഒഴിവാക്കി. കണ്ട, സർക്കിൾ ഡ്യൂറേഷൻ ഇതിൽ 3, 4, 6 to 12. അതായത് 3-ാം മാസത്തിൽ വേണമെങ്കിൽ എടുക്കാം, 4-ാം മാസത്തിൽ എടുക്കാം, 6-ാം മാസത്തിൽ എടുക്കാം, 12-ാം മാസത്തിൽ എടുക്കാം. അതായത് 6-ാം മാസത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചെങ്കിൽ നമുക്ക് 7-ാം മാസത്തിലേ കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ എഴുതിയിട്ടുണ്ട്, ഇത് വായിച്ചു നോക്കുക നിങ്ങൾ. ഇപ്പോൾ നമ്മൾ കണ്ടോ, ഇതിൽ ഞാൻ 500 റിയാലിന് ഡിസംബർ 2026 എനിക്ക് ഡേറ്റ് വേണ്ടത്. അതായത് റിസീവ് എമൗണ്ട് കൊടുക്കുന്ന ഡേറ്റ് ഏത് മാസം ചോദിക്കുന്നത്. കണ്ടോ, റിസീവിംഗ് മന്ത് പറഞ്ഞാൽ ഡിസംബർ കൊടുക്കുന്ന വെച്ചാൽ കണ്ടോ, എനിക്ക് അവിടെ എമൗണ്ട് കാണിച്ചാൽ കണ്ടോ എത്ര റിയാലാണ്, 6000 റിയാൽ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഞാൻ ലാസ്റ്റ് April 2027 കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ എനിക്കത് ഗിഫ്റ്റ് ആയിട്ട് കണ്ടോ 357.50 വിൽ ബി അവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു അവാർഡായിട്ട് മാറും. അതായത് ഒരു സേവിങ്സ് ആയിട്ട് മാറും നമുക്കത്. അതല്ല നമ്മൾ ഫസ്റ്റ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്കതിന് എമൗണ്ട് കുറയും. പിന്നെ നമ്മളിതിന് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്ലൈ ബുക്കിംഗ് ഫീ കണ്ടോ 16-20 വരുന്നുള്ളൂ. ഏപ്രിൽ എടുക്കാൻ വെച്ചാൽ അത് ഞാനൊരു ജൂൺ ജൂലൈയിലൊക്കെ എടുക്കുകയാണെങ്കിൽ അതെനിക്കൊരു 157 അല്ലെങ്കിൽ 157, 200 റിയാൽ അങ്ങനെ പോകും. ഇപ്പൊ ഇങ്ങനെ നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സാധനം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ പൈസ അടച്ച് പേയ്മെന്റ് കാണിക്കുന്നുണ്ട്. ആ പേയ്മെന്റ് കൊടുക്കുന്നിടത്ത് നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മാസത്തിനാണ് എത്ര റിയാൽ, അത് ശ്രദ്ധിക്കുക. എത്ര റിയാലാണോ നമ്മൾ ഇടുന്നത്, എത്ര റിയാലാണോ നമ്മൾ ചേരുന്നത്, 1500 വെച്ചെങ്കിൽ 500, 1000 വെച്ചെങ്കിൽ 1000, അപ്പൊ 500 നമ്മൾ ചേരുന്നത് വെച്ചെങ്കിൽ ഏത് മാസമാണ് നമുക്ക് വേണ്ടതെന്ന് ചോദിക്കും പൈസ കിട്ടുന്നത്. അതായത് നമുക്ക് 12 മാസം 12 60 ആയില്ല. അപ്പോൾ ഏത് മാസമാണ് നമുക്ക് കിട്ടുന്നത് വെച്ചെങ്കിൽ ആ മാസത്തിന് നമ്മൾ ബുക്ക് ചെയ്തിടണം. ബുക്ക് ചെയ്യുമ്പോൾ ബുക്ക് ചെയ്യേണ്ട ഫീസ് കൂടെ അടിയിൽ കാണിക്കും. അതാണ് ബുക്കിംഗ് ഫീ. ഈ ബുക്കിംഗ് ഫീ നമ്മൾ പേ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് കിട്ടുള്ളൂ. അല്ല കിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്തിട്ടാണ് ഈ സംഭവം കിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ മാറി ഇപ്പൊ ഏതെങ്കിലും മാസത്തിൽ നമ്മൾ കൊടുക്കാൻ ചെയ്യും. 6-ാം മാസത്തിൽ നമുക്ക് 6 മാസത്തിൽ കൊടുക്കാം. അല്ല 6 മാസത്തിലാണ് 6 മാസത്തിന്റെ ചേരുന്ന വെച്ചാൽ 6 മാസത്തിന്റെ ചേരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 മാസത്തിന്റെ ചേരുന്നത് 4 മാസത്തിൽ ചേരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 മാസത്തിന്റെ ചേരുന്നത് 3 മാസത്തിന്റെ ചേരാം. അപ്പൊ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. അതിന്റെ എമൗണ്ട് കൂടെ കാണിക്കുകയും ചെയ്യും. കറക്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, എല്ലാം എഴുതിയിട്ടുണ്ട്. അതിനനുസരിച്ച് പിന്നെ പേയ്മെന്റ് ചെയ്യേണ്ടത് നമുക്ക് മാതാപേ വഴി പേയ്മെന്റ് ചെയ്യാം, വിസ കാർഡ് വെച്ച് പേയ്മെന്റ് ചെയ്യാം. അങ്ങനെയൊക്കെ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഓരോ മാസത്തെയും ഇവിടെ ചേഞ്ച് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ ബുക്കിംഗ് ഫീഡിങ്, അതേപോലെ നിങ്ങളുടെ അടുത്ത് വാറ്റ് കട്ട് ചെയ്യുന്നതും ഒക്കെ വ്യത്യാസം വരും. അതെല്ലാം ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഇതിലൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. ഇതിൽ ബുക്കിംഗ് റീസൺ ചോദിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്യാം. അതല്ല വെഡിങ് ആയിട്ട് വെഡിങ് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഒരു ഹൗസിംഗ് ലോൺ ആണെച്ചെങ്കിൽ അത് അങ്ങനെ കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഒരു കാർ ബൈ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ അത് കൊടുക്കാം. ഏത് ഓപ്ഷനും കൊടുക്കാനുള്ള ഇതിലുണ്ട്. അതല്ല നിങ്ങൾ ട്രാവലിംഗ് ആയിട്ട് അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ വെക്കേഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ ഏതാ വേണ്ടെങ്കിൽ അതിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ ഏതാണ് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക.
പിന്നെ പ്രത്യേകം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത് ആദ്യം 500 റിയാൽ ഇട്ട് ചെയ്യാനാണ്. 500 റിയാൽ ഇട്ട് ഏറ്റവും കുറഞ്ഞ എമൗണ്ട് ഇട്ട് ആദ്യം ചെയ്ത് നോക്കുക. ഓക്കെ എന്ന് കണ്ടു കഴിഞ്ഞാൽ, കറക്റ്റായി പോകുന്നു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ വലിയ എമൗണ്ട് ഇട്ട് നിങ്ങൾക്ക് ചെയ്യാം. 2500 3000 റിയാൽ 3500 റിയാൽ വരാനുണ്ട് ഇതിൽ തോന്നുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇപ്പോൾ ഇതിൽ ചില ആളുകൾ പറയും ഇതിൽ ഒരുപാട് ഫീസ് വരുന്നില്ല, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയും. പക്ഷെ ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഞാൻ കാര്യം, ബാങ്കിൽ നിന്ന് നിങ്ങൾ ഒരു 50,000 റിയാൽ നിങ്ങൾ ലോൺ എടുക്കാന്ന് വിചാരിക്കുക. അതിന് നിങ്ങൾക്ക് 5 വർഷത്തെ ലോണാണ് നിങ്ങൾക്ക് അടവുണ്ടാവുക. ഈ 5 വർഷത്തിന് നിങ്ങൾ 50,000 നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ പോയാലും 65,000 റിയാൽ, അതായത് 15,000 റിയാൽ നിങ്ങൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ബാങ്ക് ലോൺ എടുക്കുമ്പോൾ പൈസ കുറവാണ്. നാട്ടിലാണെങ്കിൽ നമ്മളൊരു 50,000 രൂപ എടുക്കുക, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളതൊരു എങ്ങനെ പോയാലും ഒരു 13 14 ലക്ഷം രൂപ നമ്മൾ അടയ്ക്കേണ്ടി വരും പലിശയൊക്കെ കൂട്ടിയിട്ട്. പക്ഷെ നാട്ടിനേക്കാളും പലിശ ഇവിടെ കുറവാണ് നമുക്ക്. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടുന്ന് ലോൺ എടുക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു എമൗണ്ട് അല്ല. നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുള്ള ഫീസ് മാത്രമാണ് 142 152. അതായത് നിങ്ങൾ ലാസ്റ്റിലേക്കാണ് ബുക്ക് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പൈസ കുറയും, ഫസ്റ്റിലേക്കാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ബുക്കിംഗ് ഫീ കൂടും. അതാണ് ഇതിന്റെ വ്യത്യാസം. കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള സംഭവമുണ്ട്. അതായത് മന്ത്ലി ഓട്ടോ പേയ്മെന്റ് സിസ്റ്റം നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അതായത് ഒരു മാസം ആകുമ്പോൾ ഏത് മാസത്തിൽ ഏത് ദിവസമാണോ കട്ടാവേണ്ടത് നമ്മൾ ന്യൂ കാർഡ് കൂടെ കൊടുക്കാം. നിന്റെ കാർഡ് പിന്നെ മന്ത് ഇയർ CVV കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ പേയ്മെന്റ് എന്നൊരു സിസ്റ്റം കണ്ടോളൂ. അത് ഓണാക്കി കഴിഞ്ഞാൽ ആ ദിവസം കറക്റ്റ് 500 റിയാലോ 1000 റിയാലോ എത്ര ചെയ്ത് നമ്മൾ ചെയ്യുന്ന വെച്ചെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അവിടെ അടഞ്ഞു പോയിക്കോളും. നമ്മളത് മറന്നു പോയാലും ഓട്ടോമാറ്റിക് ആയിട്ട് അത് കട്ടായിക്കോളും. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, ഇതിലാണ് നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും ബാങ്ക് ഡീറ്റെയിൽസ് മറ്റുള്ള ആളുകളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരെ ആരും കൊടുക്കരുത്. നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് തന്നെ കൊടുക്കണം. അതേ അലൗഡ് ഉള്ളൂ. മറ്റേത് ഭയങ്കര ഡേഞ്ചർ ആണ് കൊടുക്കുന്നത്. അത് ഒരു പ്രത്യേകം പറയുന്നുണ്ട് ഇതിൽ. ഇവിടെ IBAN നമ്പർ കൊടുക്കുക, പ്രിഫേർഡ് അക്കൗണ്ട് കൊടുക്കുക, യെസ് നോ കൊടുക്കുക, സേവ് ചെയ്യുക, സംഭവം പരിപാടി കഴിഞ്ഞു. അടുത്തത് ബാങ്ക് ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം സോഴ്സ് ചോദിക്കുന്നുണ്ട്, സാലറി. ആ സാലറി നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എത്ര വെച്ചെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ നിൽക്കാമോ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പേര് ഇതൊക്കെ വരും. കറക്റ്റ് എന്താണ് ചെയ്ത് അറബിയിലാണെന്നുള്ള എനിക്ക് വലിയ പിടുത്തം. ഈ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ഡീറ്റെയിൽസ്, എൻക്വയറി, ട്രാൻസ്ഫർ, എല്ലാ സംഭവങ്ങളും ഇവിടെ ഇതിനെക്കുറിച്ചുണ്ട്. ഇവരെ അഗ്രിമെന്റ് പേപ്പർ, പിന്നെ കോൺടാക്ട് ടെസ്റ്റ് സെന്റർ, അബൌട്ട് സർക്കിൾ, ഷെയർ ആപ്പ്. ഈ ഷെയർ ആപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഈ കോഡ് വെച്ചിട്ട് നിങ്ങളുടെ ഈ ലിങ്ക് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5% നിങ്ങൾക്ക് ഇതിന് ഡിസ്കൗണ്ട് കിട്ടും. ആരെങ്കിലും ഇതിൽ നിന്ന് പൈസ എടുക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനിവിടെ ഈ ലിങ്ക് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് വഴി വേണമെങ്കിൽ നിങ്ങൾക്ക് കയറാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ. പിന്നെ അപ്പിയറൻസ്, സൈൻ ഔട്ട്, എനബിൾ ഇൻകം നോട്ടിഫിക്കേഷൻ, ഇവിടെ ഗിഫ്റ്റ്, ഇവിടെ എഗ്രിമെന്റ്, അബൌട്ട് സർക്കിളിൽ പോയി കഴിഞ്ഞാൽ അതാ സർക്കിൾ, ലെജിറ്റിമേറ്റ്, പ്രൈവസി, റീഫണ്ട് പോളിസി ഉണ്ട്. അതിൽ റീഫണ്ട് പോളിസി വായിച്ചു നോക്കുക എന്തൊക്കെയാണ് സംഭവം. റീഫണ്ട് പോളിസി ഇതിൽ പറയുന്നുണ്ട്. അവർ അറബിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇംഗ്ലീഷിൽ ആക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ ആക്കി നോക്കിക്കോളാം. എന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് 100% ഗ്യാരണ്ടിയാണ് എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ അബൌട്ട് ദ സർക്കിൾ, നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞാൽ അബൌട്ട് സർക്കിൾ ഇതിനെ കുറിച്ച് നമുക്ക് എല്ലാ വിവരങ്ങളും ഇവർ തന്നിട്ടുണ്ട്. സർക്കിൾസ് ഗ്യാരണ്ടി, അതായത് നമ്മൾക്ക് ഓരോ പേയ്മെന്റിലും നമുക്ക് ഒരു പ്രോമിസറി നോട്ട് തരുന്നുണ്ട്. അത് മന്ത്ലി എല്ലാ മന്തും നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് അവർ തരുന്ന സംഭവത്തിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഉറുദു ഉണ്ട്, അറബിക് ഉണ്ട്, ഹിന്ദി ഉണ്ട്, ബംഗാളി ഉണ്ട്, തഗാലോ ഉണ്ട്, ഫിലിപ്പീൻസിന്റെ തഗാലോ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിരുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് എഴുതി ചോദിക്കുക. അടുത്ത വീഡിയോയിൽ വരുവരെ നിങ്ങളുടെ സ്വന്തം വിനോദ് ഗത്തേൽ.